ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാദർ ജോസഫ് അച്ഛാ കേൾക്കാമോ? കേൾക്കാം. അച്ഛാ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഫാദർ ജോസഫ് ലൂക്കോസ്, OCD, മഞ്ഞുമൽ പ്രോവിൻസ്, കുരീപ്പുഴ സ്വദേശിയാണ്. എന്റെ അമ്മയുടെ നാടാണ് കുരീപ്പുഴ. ഇപ്പോൾ അച്ഛന് ആലുവ സേക്രഡ് ഹാർട്ട് ഫിലോസഫി കോളേജിൽ തത്വശാസ്ത്രം പഠിപ്പിക്കുകയാണ്. അച്ഛന് ആന്ധ്ര, മുംബൈ, ഡൽഹി അങ്ങനെ പല സ്ഥലങ്ങളിലും കർമ്മൽ ആശ്രമത്തിൽ സേവനം ചെയ്തിട്ടുണ്ട്. ചെറുപുഷ്പം മാസികയെ കുറിച്ച് നമുക്കൊക്കെ അറിയാമല്ലോ, അതിന് എഡിറ്റർ ആയിരുന്നു. അടയാളം സാംസ്കാരിക വേദിയുടെ 2022 സാഹിത്യ പുരസ്കാരത്തിന് അർഹനായിരുന്നു. അച്ഛന് ഒത്തിരി എളിമയോടാണ് ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് ആ ഒരു ഹ്യൂമിലിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഒത്തിരി സന്തോഷം തോന്നി. പ്രത്യേകിച്ച് സമയം കണ്ടെത്തി നമ്മളോടൊപ്പം ആയിരിക്കാൻ അച്ഛന്, പ്രത്യേകിച്ച് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് അച്ഛനും ലിജുവിനും വേണ്ടി പ്രാർത്ഥിച്ചത് നമുക്കറിയാം. ഇന്നിപ്പോ അച്ഛൻ നമ്മളോടൊപ്പമാണ്. അച്ഛൻ കൂട്ടായ്മയിലേക്ക് സ്വാഗതം. ഈ കൂട്ടായ്മയിലേക്ക് റോസറി അല്ലേ, മരിയ മിനിസ്ട്രി, മരിയ റോസറി കൂട്ടായ്മയിലെ എല്ലാവർക്കും ദൈവനാമത്തില് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ ഞാൻ ഇന്നത്തെ ദിവ്യബലിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ബ്രദർ പലപ്പോഴും പ്രാർത്ഥന റിക്വസ്റ്റുകൾ അയക്കാറുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. നമ്മളുടെ വാക്കുകൾക്കും പ്രാർത്ഥനയ്ക്കും ദൈവം വലിയ വില നൽകുന്നു, അതല്ലേ? അപ്പൊ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ള അയോഗ്യരായ നമ്മുടെ വാക്കുകൾക്ക്, പ്രാർത്ഥനകൾക്കൊക്കെ കർത്താവ് ഒരുപാട് വില നൽകുന്നു. അപ്പോൾ കർത്താവിന് കൂടുതൽ വില നൽകണം, പ്രഥമമായ സ്ഥാനം നൽകണം. അതിനെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വചനമുണ്ട്, യെശയ്യാ 28:22. യെശയ്യാ 28:22 ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? വായിക്കട്ടെ. അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത്, നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും. ദേശം മുഴുവന്റെയും മേൽ വരാനിരിക്കുന്ന നാശത്തെ കുറിച്ചുള്ള സൈന്യങ്ങളുടെ കർത്താവിന്റെ വിധി ഞാൻ കേട്ടു. മതി. അത് നിങ്ങൾ ബാക്കി നിങ്ങൾ പിന്നീട് വായിക്കാം. എന്താ പറഞ്ഞേ? ബാക്കി നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്: നിന്ദിക്കരുത്, നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും. അപ്പൊ ഞാൻ പലപ്പോഴും പല വീടുകളിലുമൊക്കെ ഈ ബന്ധന പ്രാർത്ഥന നടത്താനായിട്ട് പോകാറുണ്ട്. അപ്പൊ ബന്ധന പ്രാർത്ഥന നടത്തുന്ന സമയത്തൊക്കെ നമ്മൾ വരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാല്, പലരുടെയും ജീവിതത്തിൽ ഈ ബന്ധനത്തിന്റെ അവസ്ഥ, ഈ വചനം വളരെയധികം അർത്ഥവത്തായിട്ട് വരുന്ന ഒരു കാര്യമാണ്. നിന്ദിക്കരുത്, നിന്ദിച്ചാല് നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും. ഈശോ പറഞ്ഞു, ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കരുത്. മത്തായി 18:10. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവരുടെ മാലാഖമാരോ, അല്ലെ എന്നാണ് ഭർത്താവ് പറഞ്ഞത്. 18:10 വായിച്ചേ. വീണ്ടും ഞാൻ അതല്ലേ ഓച്ച വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കരുത് അല്ലെ എന്നും യേശു പറയുന്നുണ്ട്. അപ്പൊ നിന്ദിച്ചാല് അപ്പൊ അതിന്റെ ഫലം, അപ്പൊ നമ്മൾ പലപ്പോഴും ഈ നിന്ദന നമ്മൾ അറിഞ്ഞോ അറിയാതെ, അതുപോലെ തന്നെ പാപിയുടെ പതനത്തിന് കാരണം അവന്റെ ചുണ്ടുകളാണ്. പ്രഭാഷകൻ 23:28. അതേപോലെ ഉപദേശത്തെ നിന്ദിക്കുന്നവൻ മൃതിയടയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നിന്ദനം നമ്മൾ പലപ്പോഴും വീടുകളിലും അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മളെ വാക്കുകളിലൂടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വരിക. കുറ്റം പറയുക, നിന്ദനം പറയുക, പല രീതിയിലുണ്ട്, പല ഗ്രേഡ് ഉണ്ട് ഈ നിന്ദനത്തിൽ. ഒന്നാമത്തത് പിന്നെ ദൈവനിന്ദയാണ്. ദൈവത്തെ അപ്പൊ നമ്മള് സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, മനുഷ്യരെ നിന്ദിക്കാതിരുന്ന് പോരാഞ്ഞിട്ടാണോ നീ ദൈവത്തെ നിന്ദിക്കുന്നത്. അപ്പൊ ദൈവത്തെ നിന്ദിക്കുന്നു എന്ന് പറഞ്ഞാല് ദൈവത്തിന് പ്രഥമമായ സ്ഥാനം നൽകാത്ത അവസ്ഥ എന്ന് പറയുന്നത് ദൈവനിന്ദനമാണ്. അപ്പൊ ഒരാൾക്ക് അർഹതപ്പെട്ട ഒരു സ്ഥാനം, ഇപ്പൊ ദൈവം പറയുന്നത്, പുറപ്പാടി പറയുന്നത് 23, വേറൊരു ദൈവം ഉണ്ടാകും, ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത്. നിയമാവർത്തനം പിന്നെ 6:5 പറയുന്നുണ്ട്, പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി ദൈവത്തെ സ്നേഹിക്കണം. മത്തായി 6:33, ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അപ്പൊ അവന് കൊടുക്കേണ്ട സ്ഥാനം, പക്ഷെ നമ്മൾ പലപ്പോഴും എന്താ, അവന് കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ കൊടുക്കുന്നില്ല. അത് ദൈവം നിന്നയാണ്. അപ്പോ നമ്മൾ പറയാം, അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും സ്നേഹിക്കണം, പക്ഷെ ഭാര്യയ്ക്ക് ദൈവത്തെക്കാൾ സ്ഥാനം കൊടുക്കുമെങ്കിൽ അത് ദൈവം തന്നെയാണ്. ഭർത്താവിനെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, പക്ഷെ ഭർത്താവിനും ദൈവത്തെക്കാൾ കൂടുതൽ സ്ഥാനം മനസ്സിൽ കൊടുക്കുന്നെങ്കിൽ അത് ദൈവം തന്നെയാണ്. അപ്പോൾ ദൈവത്തെ പ്രതിയാണ് നീ നിന്റെ ഭർത്താവിനെ സ്നേഹിക്കേണ്ടത്, ദൈവത്തെ പ്രതിയാണ് നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കേണ്ടത്. അപ്പൊ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ കല്യാണം കഴിച്ചപ്പോഴൊക്കെ എന്തൊരു സ്നേഹമായിരുന്നു, ചക്കരയും പേരി എന്നൊക്കെ പറയില്ലേ, ഭയങ്കര സ്നേഹമായിരുന്നു. 1 ആഴ്ച 2 ആഴ്ച ഭയങ്കര സ്നേഹമായിരുന്നു. അല്ലെങ്കിൽ പ്രേമിക്കുമ്പോഴും ഭയങ്കര സ്നേഹം. കാരണം എന്ന് പറഞ്ഞാൽ ഇഷ്ടങ്ങൾ പെണ്ണിന്റെ ഇഷ്ടത്തിന് എതിരായിട്ട് നിൽക്കുകയില്ല, ഇഷ്ടമെല്ലാം നിറവേറ്റി കൊടുക്കും. അപ്പൊ നീ പെണ്ണ് വിചാരിക്കും, ഇയാളെ പോലെ ഒരു ഭർത്താവ് ഒരു ആണ് ഈ ലോകത്തിലില്ല, ഞാൻ പറയുന്നില്ല. അപ്പൊ ഇഷ്ടങ്ങൾ നിറവേറ്റുന്നു, അതേപോലെ അനിഷ്ടങ്ങൾ ഒഴിവാക്കുന്നു. അപ്പൊ ഭയങ്കര സ്നേഹമാണ്. പക്ഷെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലോ ഇഷ്ടവും പോയി, പിന്നെ മൊത്തം അനിഷ്ടമായിട്ട് മാറി. ആദ്യത്തെ എന്താണ് പുതുമണവാട്ടി പുതുവെച്ച് പിന്നെ പുരപ്പുറം തൂക്കുമെന്ന് പറയുന്നത് പോലെയാണ് നമ്മളുടെ പരിപാടികൾ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും. അപ്പൊ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ചാണ് നമ്മുടെ സ്നേഹം പോലും നമ്മൾ വിലയിരുത്തുന്നതല്ല. ഇഷ്ടങ്ങൾ മാറുമ്പം പിന്നെ ഈ ഇഷ്ടങ്ങൾ തന്നെ അനിഷ്ടങ്ങളായിട്ട് മാറും. പിന്നെ അടിയായി പിടിയായി ബഹളമായി, പിന്നെ നോക്കുന്നില്ല, എന്നെ നോക്കുന്നില്ല. ഏതൊരു വിദിനമെന്ന് പറഞ്ഞ സിനിമയിൽ പറയുന്ന പോലെ പണ്ട് എഴുതിയ എഴുത്ത് വെച്ചിട്ടുണ്ട്, എന്റെ സാമ്പാറിനൊക്കെ എന്ത് രുചിയായിരുന്നു, നീ എടുത്ത് നിന്റെ ഡ്രസ്സിനൊക്കെ എത്ര മനോഹരമായിരുന്നൊക്കെ പറഞ്ഞു. എപ്പോഴും അപ്പൊ അതെല്ലാം നഷ്ടപ്പെടുന്നു, അതെല്ലാം അങ്ങനെയുള്ള പറച്ചിലൊക്കെ മാറുന്നു. അപ്പൊ മാറി, അപ്പൊ ഇഷ്ടങ്ങൾ മാറി, കാര്യം മാറി, അപ്പൊ സ്നേഹം മാറി കുറഞ്ഞു. പിന്നെ നമ്മൾ പരസ്പരം കൊണ്ട് പഴി ചാരാൻ തുടങ്ങി, പഴി പറയാൻ തുടങ്ങി, ചെറിയ കാര്യങ്ങൾക്ക് പോലും കുറ്റം പറയാൻ തുടങ്ങുന്നു. പക്ഷെ അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോ ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ്, ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കുമ്പോഴാണ് ഭാര്യയിൽ നീ കാണുന്ന കുറവുകൾ ക്ഷമിക്കാനും ആ കുറവുകൾക്ക് അതീതമായിട്ട് ഭർത്താവിനെ സ്നേഹിക്കാനും ഭാര്യയെ സ്നേഹിക്കാനും കൂടെ സാധിക്കും. അപ്പൊ നിന്റെ ജീവിത പങ്കാളിയുടെ കുറവിന് അതീതമായി സ്നേഹിക്കാനായിട്ട് നിനക്ക് സാധിക്കുമ്പോഴേ നീ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അതുപോലെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അതീതമായിട്ട് സ്നേഹിക്കാനായിട്ട് സാധിക്കുമ്പോഴേ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നിന്റെ ഭാര്യയുടെ സൗന്ദര്യം ഇല്ലെങ്കിലും രോഗിയാവുമ്പോഴും അവളെ സ്നേഹിക്കാനായിട്ട് സാധിക്കും. പക്ഷെ നിന്റെ ഇഷ്ടങ്ങൾ നിറവേറ്റുന്ന ഒരു വ്യക്തിയെ മാത്രമാണ് നിനക്ക് സ്നേഹിക്കാനായിട്ട് ഇഷ്ടപ്പെടാനായിട്ട് സാധിക്കുന്നെങ്കിൽ രോഗിയായ ഭാര്യയോ രോഗിയായ ഭർത്താവിനെയോ കുറവുകളുള്ള ഭാര്യയെ ഭർത്താവിനെ ഒന്നും സ്നേഹിക്കാനോ ഉൾക്കൊള്ളാനോ നിനക്ക് സാധിക്കുകയില്ല. അവിടെയാണ് ഈ നിന്ദനം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുറവുകൾ കാണുമ്പോൾ നിന്ദിക്കുന്നു. എന്തുകൊണ്ടാ? യഥാർത്ഥത്തിൽ ദൈവത്തിന് അർഹതപ്പെട്ട ഒരു സ്ഥാനം നീ നിന്റെ ജീവിതത്തിൽ നൽകാനായിട്ട് നിനക്ക് സാധിക്കാത്തത് കൊണ്ടാണ് നിന്റെ പങ്കാളിയിൽ കുറവുകൾ കാണുമ്പോൾ നിന്ദിക്കുന്നത്. അല്ലെങ്കിൽ ഈ നിന്ദനങ്ങൾക്ക് അതീതമായിട്ട് നിൽക്കാനായിട്ട്, കുറവുകൾക്ക് അതീതമായിട്ട് നിൽക്കാനായിട്ട് നിനക്ക് സാധിക്കണമെങ്കിൽ ദൈവത്തിന് യഥാർത്ഥത്തിൽ സ്ഥാനം നൽകണം. അപ്പോ ഇതുപോലെ നമ്മള് ബൈബിളിലേക്ക് തിരിയുമ്പോഴെന്താ, സോളമൻ വലിയ നല്ല രാജാവായിരുന്നു. സോളമൻ ഒരുപാട് ബുദ്ധിമാനായ രാജാവ്, ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള വിസ്ഡം ഇല്ല, ബുദ്ധി ഉള്ള രാജാവ്. പക്ഷെ ഈ ബുദ്ധിയുള്ള രാജാവ് അതിബുദ്ധിയുള്ള പൊന്മാൻ ആറ്റരികത്ത് കൊണ്ട് മുട്ടയിടുമെന്ന് പറയുന്ന പോലെയാണ്. അവസാനം എന്താ, 900 നാരിമാരും ഉപനാരിമാരും ഒക്കെ ഉണ്ടായി. പിന്നെ ഭാര്യമാരെ മറ്റ് ഇസ്രായേലിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നുള്ള പിന്നെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ ആരാധിക്കാത്ത, ബഹുമാനിക്കാത്ത മറ്റു കൾച്ചറിലുള്ള അവരുടെ ദൈവങ്ങളെയൊക്കെ
ആരാധിക്കുന്ന ഭാര്യമാരെ കൊണ്ടുവന്നപ്പോ എന്താ അവളുമാരെല്ലാം ഇങ്ങനെയുള്ള ദൈവാരാധനയ്ക്ക് നിഷിദ്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അവർക്കൊക്കെ പല ആരാധന അല്ലെങ്കിൽ ജസബല് അങ്ങനെ സോളമൻ. അപ്പൊ സോളമൻ ദൈവത്തിന് പ്രഥമമായ സ്ഥാനം, ദൈവാരാധനയ്ക്ക് പ്രഥമമായ സ്ഥാനം നൽകാത്തത് കൊണ്ട് സോളമൻ ശിക്ഷിക്കപ്പെടുകയാണ്. സോളമന്റെ ശിക്ഷ എന്തുവാ? ദാവീദിനെ പ്രതി ഞാൻ ക്ഷമിക്കുന്നു, പക്ഷേ നിന്റെ കാലശേഷം നിന്റെ രാജ്യം ചിന്ന ഭിന്നമായിട്ട് പോകും. 13 ഗോത്രങ്ങളായിട്ട് ചിന്ന ഭിന്നമായി പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു രാജാവിന്റെ ഏറ്റവും വലിയ ഹ്യൂമിലിയേഷൻ ആണ് അവന്റെ രാജ്യം നശിക്കുക, അവന്റെ രാജ്യം ചിന്ന ഭിന്നമായി പോവുക. ഏറ്റവും കൂടുതൽ മഹത്വം ഉണ്ടായിരുന്ന ഒരു രാജാവിന് പോലും അങ്ങനെ സംഭവിച്ചെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്താ? അപ്പൊ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുക. അപ്പൊ സാവൂളിന് എന്താ പറ്റിയത്? സാവൂൾ ആദ്യം കൽപ്പനകളൊക്കെ പാലിച്ച് മര്യാദയൊക്കെ പോയി. പക്ഷെ അവൻ ഭയങ്കരമായിട്ട് കുറെ യുദ്ധത്തിലൊക്കെ വിജയിച്ചു കഴിഞ്ഞപ്പോ അഹങ്കാരിയായിട്ട് മാറി. അഹങ്കാരിയാകുന്നതാണ് ദൈവത്തിനുള്ള സ്ഥാനം തിരസ്കരിക്കുന്നത്. ഞാൻ വലിയ ആള്, എനിക്കെല്ലാം അറിയാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവ കൽപ്പനയ്ക്ക് അപ്പൊ ദൈവം പറഞ്ഞത് അനുസരിക്കാതിരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അവൻ അഹങ്കാരിയായപ്പോ എനിക്കെല്ലാം അറിയാം, ഞാൻ പറയുന്നതാണ് ശരിയെന്ന് അവൻ വിചാരിച്ചപ്പോ ദൈവം പറഞ്ഞ അത് കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ അവൻ അഡ്ജസ്റ്റ്മെന്റിൽ ചെയ്യാവുന്ന കരുതി. അതുകൊണ്ട് എന്താ അപ്പൊ കർത്താവ് പറയാണ്, ഒബീഡിയൻസ് ഇസ് ബെറ്റർ ദാൻ സാക്രിഫൈസ്, യു ആർ എലിമിനേറ്റഡ്, ഫിനിഷ്ഡ്. അവന്റെ കസേര തെറിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ സാവൂളിനെ പോലെ പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ സാവൂളിൽ നിന്ന് പഠിക്കേണ്ടതാണ്. അപ്പൊ ദൈവത്തിന് സ്ഥാനം കൊടുക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ ചിലപ്പോഴും തെറിക്കപ്പെടുന്നത് പലയിടത്തും നിന്ദനം. അപ്പോ അത് നിന്ദനമായിട്ട് മാറുന്നു, നിന്ദനത്തിന് ശിക്ഷ ഉണ്ടാവും. പലപ്പോഴും നമ്മൾ വിചാരിക്കണം, അതൊന്നും കുഴപ്പമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പള്ളിയിൽ ചുമ്മാതെ പോയി പ്രാർത്ഥിച്ചാൽ മതി, ചുമ്മാതെ പോയി പ്രാർത്ഥിച്ചാൽ ചുമ്മാതെ തിരിച്ചു വരും, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയാം. അപ്പം അതേപോലെ തന്നെ 1 രാജാക്കന്മാർ 11 അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ദൈവം കോപിച്ചു, അല്ലെ? അപ്പൊ രാജ്യം ഛിന്ന ഭിന്നമായിട്ട് പോയി എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ അതേപോലെ തന്നെ പല രാജാക്കന്മാരും അങ്ങനെ വിഗ്രഹാരാധന നടത്തിയ രാജാക്കന്മാർ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ അവരെല്ലാരും ചതറയ്ക്കപ്പെട്ടു, അവർക്കെല്ലാവരും സ്ഥാനമാണ് കർത്താവ് എടുത്ത് തൂക്കിയെടുത്ത് കളഞ്ഞു. അപ്പോൾ അവരുടെ മഹത്വം അവർക്ക് ഉണ്ടായിരുന്നു, കർത്താവ് നൽകിയ മഹത്വം കർത്താവ് തിരിച്ചെടുക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. നമുക്ക് മഹത്വം ഉണ്ടാവും വിചാരിക്കും, ഞാൻ നേടിയതാണ്, എനിക്ക് കിട്ടിയെന്നൊക്കെ വിചാരിക്കും. പക്ഷെ കർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം, യഥാർത്ഥമായ സ്ഥാനം കൊടുക്കാതിരിക്കുമ്പോണ്ടല്ലോ ഒരു വീഴ്ചകൾ ഉണ്ടാകുന്നു, തകർച്ചകൾ ഉണ്ടാകുന്നു. ഈ കൈക്കുടനീല എടുക്കുന്ന വെള്ളം പോലെ ഇങ്ങനെ ചോർന്നു പോകും. അപ്പൊ ഒന്നും കർത്താവ് കാവൽ നിന്നില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ വെറുതെയാണെന്ന് സങ്കീർത്തകൻ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ വിഗ്രഹാരാധന നടന്ന എന്താ? ഉയർന്ന സ്ഥാനങ്ങളിൽ യാഗപീഠങ്ങൾ അവർ പണിതു. ഈ രാജാക്കന്മാർ ദൈവത്തിന്റെ പ്രവാചകരെ നിരസിച്ചു, പ്രവാചകരെ കൊന്നു, പ്രവാചകരെ അധിക്ഷേപിച്ചു, ജനങ്ങളെ തെറ്റുവഴി നനച്ചു, തെറ്റിദ്ധരിപ്പിച്ചു. തെറ്റായ രീതിയിൽ അവർ മറ്റു ദൈവങ്ങൾക്ക് ആരാധന പീഠം ഉണ്ടാക്കുക വഴി ഏക ദൈവ ആരാധനയിൽ നിന്നും ജനങ്ങളെ വഴിതെറ്റിച്ചു. അപ്പൊ അതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ ചെയ്താലും നമുക്ക് ഉണ്ടാവും, കർത്താവ് ശരിക്ക് പിടിച്ച് തൂക്കിയെടുത്ത് കളയും, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നു, ഊറിയ രാജാവ് മരിച്ചപ്പോൾ ദൈവദർശനം ഉണ്ടായി. എന്താ? ഊറിയ രാജാവ് മരിക്കുന്നത് വരെ ദൈവദർശനം പോലും ഉണ്ടായില്ല പ്രവാചകന്. കാര്യം എന്താ? ഊറിയ രാജാവ് ഒരു അഹങ്കാരിയായിട്ട് മാറി. അവൻ യഥാർത്ഥത്തിൽ ഇപ്പം നമുക്കറിയാം, 2 ദിനവൃത്താന്തത്തിൽ 26-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ഊറിയ നല്ലൊരു രാജാവായിരുന്നു. സഖറിയ എന്നൊരു മെന്റർ, സഖറിയ എന്നൊരു ആധ്യാത്മിക ഗുരു അവനുണ്ടായിരുന്നു. അങ്ങനെ ആധ്യാത്മിക ഗുരുവായ സഖറിയ ജീവിച്ചിരുന്നപ്പോൾ അവൻ ദൈവകൽപ്പനകൾ പാലിച്ചു, ദൈവം പറയുന്ന പോലെയുള്ള ദൈവ വചനം അനുസരിച്ച് രാജ്യം ഭരിച്ചു, നല്ല രാജാവായിരുന്നു. ഒരുപാട് രാജ്യം വിസ്തൃതി കൂട്ടി, വലിയ ജനക്ഷേമപരമായ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഒരുപാട് വിജയം ഉണ്ടായപ്പോൾ അവൻ അഹങ്കാരിയായിട്ട് മാറി. എന്താണ് ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ടല്ലേ, പ്രാബല്യം നേടിയപ്പോൾ അഹങ്കാര പ്രമത്തനായി മാറി. 26-ാം അധ്യായം 18-ാം വാക്യം നമ്മൾ വായിക്കും, നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. അപ്പൊ അധികാരം വന്നപ്പോൾ ഇതാ പണം നമുക്ക് അധികാരം തരുന്നു, മറ്റുള്ളവരെ പ്രൈസ് ചെയ്യുന്നു, മറ്റുള്ളവർ നമ്മളെ പൊക്കി പറയുന്നു, അപ്പോഴെന്തോ നമ്മളങ്ങ് അഹങ്കരിക്കുന്നു. അപ്പൊ ദൈവത്തിന്
ദൈവത്തിന് ഒരു സ്ഥാനം കൊടുക്കാനില്ല. അപ്പൊ നിനക്ക് കൂടുതൽ മഹത്വം ഉണ്ടാവുമ്പോൾ നീ കൂടുതൽ എളിമപ്പെടണം. അപ്പൊ അതാണ് സുഭാഷിതം പറയുന്നത്. നിനക്ക് കൂടുതൽ മഹത്വം ഉണ്ടാവുമ്പോൾ നീ കൂടുതൽ എളിമപ്പെടുമ്പോഴാണ് കൂടുതൽ അനുഗ്രഹങ്ങൾ. പക്ഷെ അതേസമയം ഉസിയ ചെയ്തെന്ന് പറഞ്ഞാൽ എന്താ, ദേവാലയത്തിലും പുരോഹിതന്മാർക്ക് വേണ്ടി മാത്രം പ്രവേശിക്കാനായിട്ട് സാധിക്കുന്ന ഒരിടമുണ്ട്. അപ്പൊ ഹോളി ഓഫ് ഹോളീസ് എന്നൊക്കെ പറയും. അവിടെ ആർക്കും അപ്പൊ അവിടെ കയറുകയാണ്. അവിടെ കയറുമ്പോൾ അസിറിയ എന്നുള്ള പുരോഹിതനും 80 പേരും കൂടി ചേർന്ന് ഇവനെ തടയുകയാണ്. തടഞ്ഞിട്ട് പറഞ്ഞു അവിടെ കയറാൻ പാടില്ല, ദൈവത്തിന്റെ ശാപം ഉണ്ടാവും. ഇല്ല, ഞാൻ രാജാവാണെന്ന് പറഞ്ഞുള്ള അഹങ്കാരത്തോടെ അവിടെ ചെല്ലുന്നു. എന്തു പറ്റി? അപ്പോൾ അവന് കുഷ്ഠം പിടിവന്നു. കുഷ്ഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിലെ രോഗം നിങ്ങൾക്ക് അറിയാം, മറ്റുള്ളവരൊന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു രോഗമാണ്. ഇന്നത്തെ എയ്ഡ്സ് പോലെ തന്നെ. അപ്പോ ഓക്കെ, നമുക്കറിയാം എന്താണ്. അപ്പോ മാറ്റി നിർത്തപ്പെട്ടു. അതുപോലെ അതുകൊണ്ട് അവന്റെ രാജഭരണം പോയി. അവൻ സിംഹാസനത്തിൽ നിഷ്കാസിതനായി. പിന്നീട് അവൻ ഒരു ചെറിയ ഭവനത്തിൽ, ഒരു ചെറിയ വീട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നു. അവനവിടെ മരിച്ചു. നോക്കുക, മഹത്വമുണ്ടായിരുന്ന രാജാവ് ഒന്നുമില്ലാത്ത ഒരു കീടമായിട്ട് മരിക്കേണ്ടി വന്ന ഒരവസ്ഥ. എന്താ? ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം അവൻ കൊടുത്തില്ല എന്നുള്ളതാണ്. അത് സ്ഥാനം കൊടുക്കാതെ നിശ്ചയിച്ചു. അപ്പൊ അർഹതപ്പെട്ട ഒരു സ്ഥാനമാണ് ദൈവത്തിന് കൊടുക്കേണ്ടത്. അതുപോലെ എല്ലാവർക്കും അർഹതപ്പെട്ട ഒരു സ്ഥാനമുണ്ട്, അത് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതേപോലെ യോറാസ്, അപ്പോൾ ഇവൻ മരിച്ചപ്പോഴാണ് അഹങ്കാരത്തിന്റെ അടയാളമായ ഈ ഉസിയ മരിച്ചപ്പോഴാണ് പ്രവാചകന് ദൈവദർശനം ഉണ്ടാകും. അപ്പോൾ ദൈവാനുഭവം ഉണ്ടാകാൻ, ഇപ്പം അഹങ്കാരി വീട്ടിലുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ദൈവാനുഭവം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അഹങ്കാരി വീട്ടിലുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ദൈവാനുഭവം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർ മരിക്കണം, അപ്പോഴേ മറ്റുള്ളവർക്ക് ദൈവാനുഭവം ഉണ്ടാവുള്ളൂ. അതാണ് യെശയ്യാ നമ്മെ പഠിക്കും. യെശയ്യാക്ക് അനുഭവം, യെശയ്യാ പഠിക്കുന്നവനാണ്, പ്രവാചകനായിരുന്നു. ആ പ്രവാചകന് പോലും ദൈവാനുഭവം ഉണ്ടായത്, ഒരു വിഷൻ ഉണ്ടായത്, ദൈവത്തിന്റെ കൃപ കൂടുതൽ കിട്ടിയപ്പോഴാ. അപ്പോൾ അപ്പോൾ നമ്മളുടെ അഹങ്കാരം വഴി നമ്മൾ മറ്റുള്ളവർക്ക് ദൈവാനുഭവം ഉണ്ടാകുന്നതിന് വിലങ്ങുതടിയായിട്ട് നിർത്തും. ചിലർക്ക് പറയില്ലേ, വീട്ടിലോട്ട് കെട്ടിയാൽ പ്രാർത്ഥിക്കാനേ പറ്റില്ല, ഈ വീട്ടിൽ ഉറക്കമേ വരുള്ളൂ, പ്രാർത്ഥിക്കാൻ പറ്റില്ല, ഇറങ്ങി പോകാനാ തോന്നുന്നത്. ഇങ്ങനെയുള്ള അഹങ്കാരികൾ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ തോന്നും. കാര്യം എന്ന് വെച്ചാൽ അത് ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ ദൈവാനുഭവത്തിന് എതിരായി നിൽക്കുന്ന, വിലങ്ങുതടിയായി നിൽക്കുന്ന, അല്ലെങ്കിൽ ബന്ധനത്തിന്റെ അവസ്ഥകളായിട്ട് നമ്മൾ മാറും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ അനുഗ്രഹം, നമ്മുടെ ഭവനത്തിലേക്ക് ഒഴുകി വരേണ്ട ദൈവത്തിന്റെ അനുഗ്രഹം നമ്മൾ തന്നെ ബ്ലോക്ക് ചെയ്യുന്ന വ്യക്തികളായിട്ട് നമ്മൾ പരിണമിക്കും. അപ്പോൾ അങ്ങനെ ഒരിക്കലും ആകരുത്. അപ്പോൾ അനുഗ്രഹത്തിന് പകരം ശാപമായിട്ട് മാറുന്ന ഒരു അവസ്ഥ അങ്ങനെ ഉണ്ടാവും. അപ്പോ അതേപോലെ യൊറാബെ 1 രാജാക്കന്മാര് 12-26 പേരുള്ള വചനങ്ങൾ. വടക്കൻ രാജ്യമാണ് സ്ഥാപിച്ചത്. ദേവാലയം സ്ഥാപിച്ചു. യെരുശലേമിലേക്ക് ജനങ്ങൾ പോകാതിരിക്കാൻ സ്വർണ്ണ കാളകളെ ഉണ്ടാക്കി. അപ്പൊ അയാളെന്താ, ജനങ്ങൾ ജെറുസലേമിൽ പോയി ദൈവത്തെ ആരാധിക്കിരിക്കാൻ വേണ്ടി ഈ രാജാവ് ചെയ്ത പണി എന്താണ്? സ്വർണ്ണ കാളക്കുട്ടി ഉണ്ടാക്കി കൊടുത്തു. അതേപോലെ ആഹാബും ജസബലിനെ വിവാഹം ചെയ്തു. ജസബൽ ഒരു വിദേശിയാണ്. അപ്പൊ അവളുകൊണ്ട് അവരുടെ മറ്റും ദേവന്മാരുടെ അമ്പലങ്ങളൊക്കെ അവിടെ സ്ഥാപിക്കുകയാണ്. എന്നിട്ട് ബാലിന്റെ ദേവന്മാരെ ഇസ്രായേലിന്റെ ബാലിന്റെ ദേവനെയും ബാലിന്റെ പ്രവാചകരെയുമാണ് അവൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ അതാണ് നമ്മൾ പ്രവാചകനുമായിട്ട് 500 പ്രവാചകന്മാരെ കൊല്ലുന്ന കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം. അത് അപ്പൊ ജസബൽ അങ്ങനെയാണ്, യഹോവയുടെ പ്രവാചകരെ കൊന്നു. പിന്നെ ദൈവനാമം നിന്ദിച്ചു, പ്രവാചകരെ നിന്ദിച്ചു, അല്ലെ? അപ്പൊ അതേപോലെ നമ്മുടെ വീട്ടിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന ഒരു കാര്യം നമ്മൾ പറയാറുണ്ട്. ചിലപ്പോൾ ഞാൻ ഒത്തിരി നാളുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടും ദൈവം ഒന്നും കേൾക്കുന്നില്ല, ഇത് എന്തൊരു ദൈവമാണ്. മറ്റേ വീട്ടിൽ അവർക്ക് ഭയങ്കരമായിട്ട് കാര്യങ്ങൾ അഭിവൃദ്ധി കൊടുക്കുന്നു, ഞാൻ ഒത്തിരി നൽകുന്ന ചെയ്യുന്നില്ല, ഇനി പള്ളിയിൽ പോയിട്ടും കാര്യമില്ല, എന്താണ്, ഞാൻ ഇനി പള്ളിയിൽ പോകുന്നില്ല, ഇനി പള്ളിയിൽ പോയിട്ട് കാര്യമില്ല, പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, വിശ്വാസത്തിലൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ പറയുന്നു. അത് ദൈവതന്നെയാണ്. 1ാം ക്ലാസ് ദൈവതന്നെയാണ്. നല്ല പണി കിട്ടുന്ന ദൈവം. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുമ്പസാരിച്ചാൽ വരെ മാത്രമല്ല, അതിന് പരിഹാരവും ചെയ്യണം. പിന്നെ
ഇത് തന്നെ അപ്പനോ അമ്മയോ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പറയുക, അപ്പനും അമ്മയും മക്കളോട് അങ്ങനെ പറഞ്ഞു കൊടുക്കുക, എടാ പോയിട്ട് കാര്യമില്ല, നീ എന്താ വെളിയിൽ പോകുന്നത്, ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ടില്ല, വെറുതെ അച്ഛന്മാര് പൈസ എന്താണ് നേർച്ച അങ്ങനെയൊക്കെ പറയുന്ന പാർട്ടീസ് ഉണ്ടല്ലോ, ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അച്ഛന്മാരെന്ന് പറഞ്ഞാൽ കുറെ നേർച്ച എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്, പിന്നെ കുറച്ച് പിരിവെടുക്കുന്ന കുറെ വിദ്വാൻമാരാണ് അവര് എന്നൊക്കെ പറയുന്ന പാർട്ടീസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇത് നിന്നെയാണ്. അപ്പൊ നിങ്ങൾ തമാശ രൂപത്തിൽ പറഞ്ഞാലും പിന്നെ ഇത് ഇങ്ങനെ പറയുന്നവരുടെ കൂടെ കൂടിയാലോ അതൊന്നും. അപ്പൊ ഇതെല്ലാം ഈ പുരോഹിതരെ കുറിച്ച് പറയുന്ന കാര്യം അതൊക്കെ ഉണ്ട്, വചനത്തിലുണ്ട്. പിന്നെ നിങ്ങൾ വാക്ക് വായിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ പറയുന്ന ഒരു മാതാവ് പിതാവ് പറയുന്നെങ്കിൽ അതിന്റെ ഡബിൾ എഫക്റ്റാ. കാര്യം എന്ന് വെച്ചാൽ ഒരപ്പന്റെ അമ്മയുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ മകനെയും മകളെയും വിശ്വാസത്തിൽ വളർത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ആ വിശ്വാസത്തിൽ വളർത്തുന്നതിന് എതിരായിട്ടുള്ള ഒരു എതിർസാക്ഷ്യം കൂടിയാണ് അങ്ങനെ പറയുന്നത്, മകനോ മകളോടോ പറയുന്നത്. അപ്പൊ അതൊരു ഡബിൾ ഇഫക്റ്റ് ഉണ്ടാവും. അപ്പൊ പടി കൂടുതലുണ്ട്. അപ്പൊ പിന്നെ മനാസെ 2 രാജാവ് 21-ാം അധ്യായം. യഹൂദ രാജാവാണ് വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിൽ സ്ഥാപിച്ച് മകനെ തീയിൽ കടത്തിക്കൊണ്ടുപോയി ബാലിനോടുള്ള ക്രൂരമായ ആരാധന നടത്തി. പക്ഷെ ദൈവവിശ്വസ്തലം അങ്ങനെ അശുദ്ധമാക്കി. അപ്പൊ ദൈവത്തിനെതിരായിട്ട് ഇങ്ങനെയുള്ള രാജാവ് മനാസെ ചെയ്തു. പിന്നെ യെഹോയാക്കീം, യിരെമ്യാവ് ഏശയ്യാ 36:20 ദൈവവചനം നിരസിച്ച് വചനം തീയിൽ കത്തിച്ചു കളഞ്ഞു. ഇപ്പൊ ഇങ്ങനെയെല്ലാം കാണിച്ചിട്ടുള്ള ഒത്തിരി രാജാക്കന്മാര് ഇസ്രായേലിലുണ്ടായിരുന്നു. യശോഫാത്ത് 2 ദിനവൃത്താന്തം 20:32 യൂദാ രാജാവാണ്. ഇസ്രായേൽ രാജാവായ അഹസ്യായുമായി സഖ്യം ഉണ്ടാക്കി അഹസ്യ ദുഷ്കർമ്മം ചെയ്തത്. അപ്പൊ ദുഷ്കർമ്മം ചെയ്യുന്ന അഹസ്യായ ദൈവം യഥാർത്ഥത്തിൽ അവനെ അങ്ങോട്ട് അവനെ ഉപേക്ഷിച്ചതാണ്. അപ്പൊ എന്താ, ഇവൻ ചെന്നുകൊണ്ട് അവനോട് സഖ്യം ചെയ്തു. സഖ്യം ചെയ്തപ്പോ എന്താ, ദൈവം അവനോട് കോപിച്ചു. അപ്പോൾ ദൈവത്തിന് എതിരായിട്ട് നിൽക്കുന്ന ഒരുവനുമായിട്ട് നീ സഖ്യം ചെയ്താല് ദൈവത്തിൽ നിന്നെയാണ്. അപ്പൊ ദൈവത്തിന്റെ എതിരായിട്ട് പറയുന്നവരുമായിട്ടും എതിരായിട്ട് നിൽക്കുന്നവരുമായിട്ടും ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നവരായിട്ട് നിൽക്കുന്നവരെ നീ സഖ്യം ചേരുന്നു, അവരോട് ഒത്തു വർത്താനം പറയുന്നു, അവരോട് ചേർന്ന് പോകുന്നു, നീ കൂട്ടുകൂടുന്നു, അതും ദൈവത്തിന്റെ. അപ്പൊ അതാണ്. അപ്പൊ അവൻ ശിക്ഷിക്കും. അപ്പൊ ഈ ദുഷ്കർമ്മിയായ അവനോട് ചേർന്നത് കൊണ്ട് ദൈവം അവനോട് കോപിച്ചു എന്നാണ് പറയുക. അപ്പോൾ ഇത് നമ്മളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പൊ ഈ ദൈവനിന്ദ ഞാൻ പറഞ്ഞു. ഈ രണ്ടാമതായിട്ട് മാതാപിതാക്കളെ നിന്ദിക്കുന്നു. മാതാപിതാക്കളെ മറ്റുള്ളവരെ നിന്ദിക്കുന്നു. അതേപോലെ പ്രഭാഷകൻ 3:11 പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വമാർജിക്കുന്നു, അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കെത്തിയ. പ്രഭാഷകൻ 3:11. അപ്പോൾ അതേപോലെ നിയമാവർത്തനം 5:16 ദീർഘനാൾ ജീവിച്ചിരിക്കാൻ നന്മയുണ്ടാകാൻ നിന്റെ പിതാവിനെയും മാതാവിനെയും നീ ബഹുമാനിക്കണം, അവരെ നിന്ദിക്കരുത്. എന്താണ് നിന്നെന്ന് പറയുന്നത്? അപ്പൊ അപ്പനും അമ്മയ്ക്കും ഒരു സ്ഥാനമാണ്, ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു സ്ഥാനം. അപ്പന് കൊടുക്കേണ്ട സ്ഥാനം അപ്പന് കൊടുക്കണം, അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം അമ്മ കൊടുക്കണം. ചില അപ്പനും അമ്മയുണ്ട്, ചില അമ്മമാരുണ്ട്, ഈ അമ്മായിയമ്മമാര് ഭയങ്കര സാധനങ്ങളാണ്. ഭയങ്കര സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ബുൾഡോസിങ് ആണ്, തലക്കിടിച്ചു ഒഴിക്കും. അപ്പൊ നാളൊരു റീല് കണ്ടത്, നല്ല രസമുള്ള റീല്. അതായത് മരുമോളെ കുറിച്ചൊന്ന് ഭയങ്കരമായിട്ട് കുറ്റം പറയുന്നത് ഇങ്ങനെയാണ്, അവളൊന്നും ചെയ്യില്ല, അവളൊന്നും ഇവിടെ ഭരിക്കാൻ വന്നാൽ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മായിയമ്മ അങ്ങ് ഒരുപാട് കുറ്റം പറയാ മരുമോളെ. അപ്പൊ പാവം ഭർത്താവ് അമ്മയ്ക്കും ഇടയിൽ ഭാര്യയ്ക്കും ഇടയിൽ നിർജീവനായിട്ട് അയാള് പാവം ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം മോളെ കുറിച്ച് ആരോ ചോദിക്കുന്നു, അവളും നല്ല തന്റേടിയാണ്, അവളങ്ങനെ അവിടെ ജോലിയൊന്നും ചെയ്യില്ല, അമ്മായിയമ്മയെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കും, പിന്നെ വസ്ത്രം കഴുകുന്ന എല്ലാം ചെയ്തു കൊടുക്കുന്ന ആൾ. അപ്പം മോള് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അവൾ തന്റേടിയാണ്, നല്ലവളാണ്. പക്ഷെ മരുമോള് ചെയ്യാതിരിക്കുമ്പോ ദുഷ്കർമ്മിയാണ്, അവള് പരട്ടയാണെന്ന് പറയും. അത് ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലേ? അതാണ് നിന്ദനം എന്ന് പറയുന്നത്. കർത്താവിന്റെ മുമ്പിൽ എന്തിനാണ് ഇങ്ങനെ? ഇതെല്ലാം കാണുന്ന കർത്താവ് നിങ്ങൾക്ക് അടി തന്നു കഴിഞ്ഞാൽ ആ അടി നിങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കൊള്ളണം. അപ്പൊ മരുമോളെ എടുത്തിട്ട് ചവിട്ടിക്കൂട്ടുക, മോളെ അങ്ങ് പൊക്കി പറയുക. അപ്പൊ മോള് മരുമോളെക്കാളും വൃത്തികെട്ടവളായിട്ട് പെരുമാറിയാലും മോളെ അങ്ങോട്ട് കൊന്നെടുക്കുക. അതൊരുമാതിരി ഒരു കർത്താവിന് ഇഷ്ടപ്പെട്ടൊരു പരിപാടിയാണ്.
അപ്പൊ മരുമകളെ മോളെ പോലെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ നിന്ദനം എന്ന് പറയുന്നത് പല രീതിയിൽ കൂടെയാണ്. അപ്പൊ അപ്പം നിൽക്കേണ്ട സ്ഥാനത്ത് അപ്പം നിൽക്കണം, അമ്മ നിൽക്കേണ്ട സ്ഥാനത്ത് അമ്മ നിൽക്കണം. അതുപോലെ ഭർത്താവ് എന്ന് പറഞ്ഞാളെന്താ നട്ടലെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകണം. വാഴത്തണ്ടും കെട്ടിവെച്ചുകൊണ്ട് നടക്കുന്നവൻ എല്ലാ ഭർത്താവ് എന്ന് പറയുന്നത്. ഭാര്യയെ നീ കെട്ടിക്കൊണ്ടു വന്നെങ്കിൽ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ബഹുമാനവും സ്നേഹവും ആദരവും നീ കൊടുക്കണം. ഏതാണ്ട് നിങ്ങൾ വിവാഹ ഉടമ്പടി നടത്തുമ്പോ ഏതാണ്ടൊക്കെ പറയല്ലോ, ആരോഗ്യത്തിലും എന്ന് പറഞ്ഞേ, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും സന്തോഷത്തിലും സന്താപത്തിലും സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കുക. എന്തോന്ന് ആദരവാ നിന്റെ ഭാര്യയ്ക്ക് നീ നൽകുന്നത്? അപ്പോൾ അമ്മ അവളെ കുറിച്ച് കുറ്റം പറയുമ്പം അമ്മയെ നിലനിർത്താനായിട്ട് ഭർത്താവിന് കഴിയണം. അപ്പൻ കുറ്റം പറയുമ്പോ അപ്പനെ നിലനിർത്താനായിട്ട് നിനക്ക് സാധിക്കണം. അവർക്കൊരു സ്ഥാനമുണ്ട്, നിനക്കൊരു സ്ഥാനമുണ്ട്. അത് ക്രോസ് ചെയ്യേ. എവരിബഡി ഹാസ് എ സ്പേസ്. അപ്പൊ അത് ക്രോസ് ചെയ്യുന്നതാണെന്ന് തന്നെ പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ മുമ്പിൽ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ചെയ്തില്ല എങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ വിവാഹ സമയത്ത് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ചെയ്ത വാഗ്ദാനം പാലിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഭാര്യയെ ബഹുമാനിക്കാനും ആദരിക്കേണ്ട കടമ ഭർത്താവിനുണ്ട്. അതേപോലെ ഭർത്താവിന്. അപ്പൊ ചില ഭാര്യമാർ മക്കളുടെ മുമ്പിൽ വെച്ച് പോടാ തെണ്ടി വായി നോക്കി എന്തെങ്കിലും പിന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ തന്തയ്ക്ക് വിളിക്കും, തള്ളയ്ക്ക് വിളിക്കും, അപ്പൂപ്പിന് വിളിക്കും, എല്ലാരെയും അങ്ങ് തെറി പറയും. അത് നിന്ദനമാണ്. മക്കളുടെ മുമ്പിൽ വെച്ചാണ് പറയുന്നെങ്കിൽ അത് കൂടുതൽ ഗുരുതരമാണ്. അത് ഇപ്പൊ നമ്മൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ജയിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയും. ഈ ജയിക്കാൻ വേണ്ടി പറയുന്നതിന് ഒരു ഇഫക്റ്റ്. അപ്പൊ അത് വളരെ പ്രധാനം. അതാണ് നിന്ദിക്കരുത് ഭർത്താവിന്. അപ്പൊ അത് ഈ നിന്ദനം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത ആ വാഗ്ദാനത്തിന് എതിരാണ്. ഈ 15 മിനിറ്റുണ്ട്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നിന്റെ വാക്കിന് നീ നൽകുന്ന വിലയാണ് നിന്റെ വില. അപ്പൊ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എന്റെ വാക്ക് എന്നെ ആരും ബഹുമാനിക്കുന്നില്ല. എനിക്ക് ചില സ്ത്രീകൾ പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഇവിടുന്ന് ഒരു വിലയില്ല. അമ്മ പറയുന്നതാണ് ഭർത്താവ് കേൾക്കുന്നത്, അപ്പം പറയുന്നത് കേൾക്കുന്നത്, ഞാൻ പറയുന്നതിന് ഒരു മൈൻഡ് പോലും ചെയ്യില്ല, എന്റെ വാക്കിന് ഒരു വിലയുമില്ല. അപ്പോഴാണ് ഒരുപാട് നീരസം ഉണ്ടാകണം, ദേഷ്യം ഉണ്ടാകണം. നിന്റെ ഭാര്യയെ കേൾക്കാനും അവർക്ക് വില കൊടുക്കാനും സാധിക്കും. അപ്പൊ നിന്റെ വാക്കിന് നീ നൽകുന്ന വിലയാണ് നിന്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ നിന്റെ വാക്കിന് നീ വില നൽകുമ്പോൾ നീ എടുത്ത പ്രതിജ്ഞയ്ക്ക് നീ വില കൊടുക്കണം, അല്ലെ? കർത്താവിന്റെ മുമ്പ് നീ എടുത്തൊരു പ്രതിജ്ഞയുണ്ട്. എന്താ? സന്താപത്തിൽ ദാരിദ്ര്യം സ്നേഹിച്ചു ആദരിച്ചു ഒന്നിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ ആ കാര്യം അതൊരു പ്രതിജ്ഞയാണ്. അതിന് വില കൊടുക്കണം. അതിന് വില കൊടുക്കുമ്പോ എന്താ? ദൈവം നിന്റെ വാക്കിന് ഭയങ്കര വില കൊടുത്തരും. പലപ്പോഴും എന്താണ് എന്റെ വാക്കിന്, എന്റെ ജീവിതത്തിന് വിലയില്ലാതെ പോകുന്നത്, പ്രാർത്ഥന കേൾക്കപ്പെടാതെ പോകുന്നത് എന്തിനാ? ഈ പ്രാർത്ഥന കേൾക്കുന്നത് നിന്റെ വാക്കിന് ദൈവം നൽകുന്ന ഒരു വിലയാണ്. ആ വിലക്ക് നീ അർഹനാകണം. അപ്പോഴേ നിനക്ക് ദൈവം വില നൽകുള്ളൂ, അല്ലേ? നീ യോഗ്യത നേടണം. അപ്പൊ എങ്ങനെയാണ്? അപ്പൊ രണ്ടുപേര് പ്രാർത്ഥിക്കാനായിട്ട് പോയി. പിന്നെ പരിസയൻ പ്രാർത്ഥിച്ച് കർത്താവ് ഞാൻ അത് കൊടുക്കുന്നുണ്ട്, ദൈവത്തിന് വല്ലതും കൊടുക്കേണ്ട കാര്യമുണ്ട്. പക്ഷെ അവൻ പറയണത് ഞാൻ കുറെ പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്, ഭണ്ഡാരത്തിൽ ഇടുന്നുണ്ട്, എന്റെ പൈസ കൊണ്ട് ദൈവം ജീവിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്, കർത്താവ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എന്റെ പണം കൊണ്ടാണെന്ന് പറയുന്ന പോലെയാണ് അവന്റെ പ്രാർത്ഥന. അപ്പൊ അവൻ എന്ത് ചെയ്തു? അവൻ നീതീകരിക്കപ്പെട്ടവനായിട്ട് തിരിച്ചുപോയി. എന്നാലും ആ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചു, കർത്താവെ ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുന്നു, എന്റെ ഒന്നുമില്ല, ഞാൻ പാപിയാണ്, എന്നെ മുമ്പിൽ കരുണയുണ്ടാകണം. അവൻ നീതീകരിക്കപ്പെട്ടവനായിട്ട് പോയി. അപ്പൊ നിന്റെ വാക്കുകൊണ്ടും നിന്റെ മനോഭാവം കൊണ്ടുമാണ് നിന്റെ പ്രാർത്ഥന പോലും കേൾക്കപ്പെടുന്നതും നീ നീതീകരിക്കപ്പെടുന്നതും. അപ്പോൾ ഇവിടെ ഒരു ഫരിസേയൻ അവന്റെ പ്രാർത്ഥന കൊണ്ട് നീതീകരിക്കപ്പെടാതെ പോയി. പക്ഷെ ഒരു ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി പോയി. അബ്രഹാം എങ്ങനെ നീതീകരിക്കപ്പെട്ടു? അവന്റെ വിശ്വാസം കൊണ്ട് നീതീകരിക്കപ്പെട്ടു. അപ്പൊ ഇന്നത്തെ വായനയിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് നിങ്ങൾ പറഞ്ഞാൽ അത് പോയി കടലിൽ പതിക്കുന്നവരാണ്. പക്ഷെ നമ്മളാരും പറഞ്ഞിട്ട് ഇതേവരെ കടലിൽ പതിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം വെച്ചാൽ കടുകുമണി പോലും വിശ്വാസം നമുക്ക് ഇല്ലെന്നല്ലേ? അപ്പൊ നിന്റെ വാക്കിന് നീ വില നൽകണം. അപ്പൊ നിന്റെ വാക്കിന് നീ വില നൽകുമ്പോഴാണ്
നിന്റെ വാക്ക് ഒരു പ്രമാണമായിട്ട് നിന്റെ മക്കൾ അനുസരിക്കുക. ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ പലപ്പോഴും അപ്പനും അമ്മയൊക്കെ പറയണു മക്കളൊന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല. എന്തുകൊണ്ടാ? നിങ്ങളുടെ വാക്കിനൊരു വിലയില്ലാത്തതുകൊണ്ടാണ്. ഒന്നുകിൽ നിങ്ങൾ പ്രമാണങ്ങൾ അനുസരിക്കത്തില്ല. എല്ലാ തെണ്ടിത്തരവും വീടി കാണിക്കും, എന്നിട്ട് പിള്ളേരോട് പറയും അനുസരിക്കാൻ പറയും. ചുമ്മാ പോയി പണി നോക്കാൻ പറയുമായിരുന്നു. അപ്പം പോയി പുല്ല് പറിക്കുന്നു പറയുമായിരുന്നു. ആദ്യമേ അപ്പനനുസരിക്കും. അപ്പനനുസരിക്കുകയും അപ്പം പ്രമാണം പാലിക്കുകയും ചെയ്താൽ മക്കളും കേൾക്കും. അപ്പൊ നിന്റെ ജീവിത സാക്ഷ്യമാണ് വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് യേശു പറയുക, ഈ മോശയുടെ നിയമങ്ങൾ നിങ്ങൾ പാലിക്കണം, പക്ഷെ നിങ്ങൾ ഈ പ്രമാണിമാരെ ഒന്നും നോക്കണ്ടെന്ന് പറയണത് അതുകൊണ്ട്. കാരണം അവര് അനുസരിക്കുന്നില്ല. ഒരു സംസ്കൃത പദ്യമുണ്ട്, യസ്യ പ്രമാണം ന ഭവേത് പ്രമാണം വചനം പ്രമാണം എന്ന് വെച്ചാൽ ഇത് അർത്ഥം ഇതാണ്: ഒരാൾ പ്രമാണങ്ങളെ മാനിക്കുന്നില്ലെങ്കിൽ അയാളുടെ വാക്ക് ആരാണ് പ്രമാണമായി സ്വീകരിക്കുക? അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഭവനത്തിൽ നടക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ അപ്പനും അമ്മയും തോന്നിവാസമൊക്കെ കാണിക്കും, തോന്നിവാസം പറയുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ടതാണ്. തോന്നിവാസം പറയുകയും ചെയ്യും. പറയേണ്ടാത്ത കാര്യങ്ങളൊക്കെ മക്കളുടെ ഉപയോഗിച്ച് പറയും. എന്നിട്ട് അവസാനം അവരനുസരിക്കില്ല, അവർ തോന്നിവാസം കാണിക്കും. എന്നിട്ട് പറയും, അയ്യോ അവരനുസരിക്കും, അങ്ങനെ ഇങ്ങനെ. ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, അച്ഛന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട്, അച്ഛന്മാർക്ക് കഴിക്കുന്നുണ്ട്, പൈസ കൊടുക്കുന്നുണ്ട്. അച്ഛന്മാർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്, നേർച്ച ഇട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഈ കർത്താവിന് വേണ്ടത് നിങ്ങളുടെ വചനം പാലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിന്ദിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം. അതുകൊണ്ട് അപ്പനും അമ്മയും അവരുടെ സ്ഥാനത്തിന് മക്കള് വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അവരെ പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യമായിട്ട് അവരെ ജീവിക്കാൻ അനുവദിക്കുന്ന മാതാപിതാക്കളായിട്ട് മാറുക. ഫ്രീഡം കൊടുക്കുന്ന, അവര് ജീവിക്കട്ടെ. അവർക്ക് പറയും ഇത്രയും പ്രായമായില്ലേ, എന്തിനാ അവരുടെ ജീവിതത്തിൽ നിങ്ങൾ വെറുതെ ഇമ്മാതെ ഇടപെടാൻ പോകുന്ന, കോലിടാൻ പോകണ എന്താണ്? കോലിട്ട് കളിക്കുകയൊന്നും വേണ്ട. അവർ മര്യാദയ്ക്ക് ജീവിക്കട്ടെ, വിടുക. പിന്നെ അവർ തെറ്റി പോകുമ്പോൾ ശാന്തമായി അവരുടെ സൗമ്യമായി അവരെ തിരുത്തുക. അപ്പോഴാണ് അനുഗ്രഹത്തിന്റെ മാതാപിതാക്കളായി മാറുവാനായിട്ട് മാതാപിതാക്കൾക്ക് സാധിക്കാം. അപ്പോൾ വിവാഹ വാഗ്ദാനം പാലിക്കണം. അപ്പൊ നീ നിന്റെ വചനം പാലിക്കുമ്പോഴാണ്, നീ കൊടുത്ത വ്രതം പാലിക്കുമ്പോഴാണ് വലിയ അനുഗ്രഹം ഉണ്ടാകുന്നത്. ഈ മാതാപിതാക്കൾ വ്രതം പാലിക്കുമ്പോഴുണ്ടല്ലോ വലിയ അനുഗ്രഹം ഉണ്ടാകും. അവര് പറയുന്നിടത്ത് മക്കൾ നിൽക്കും. കാരണം എന്ന് പറഞ്ഞാൽ വചനം പാലിക്കുന്നതിന് വലിയ ശക്തി, വലിയ കൃപയുണ്ട്. പാലിക്കാതിരിക്കുമ്പോഴാണ് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, നിന്ദനം ഉണ്ടാവുന്നത്. അപ്പൊ മക്കൾ അനുസരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്റെ കാര്യം ഇതാണ്. അപ്പൊ ദൈവഭക്തന്റെ ആത്മാവ് അനുഗ്രഹീതമാണ്. അപ്പൊ ദൈവഭക്തന്റെ ആത്മാവ് അനുഗ്രഹമാണ്. പ്രഭാഷണം 34. അപ്പൊ ദൈവഭക്തനാകുമ്പോഴാണ് യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തെ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുമ്പോഴാണ്. അപ്പൊ മറ്റുള്ളവരെ എന്തിക്കുന്നു? പരദൂഷണം ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവൻ, പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവൻ. അപ്പോ ഈ പരദൂഷണം പറയാന്ന് പറഞ്ഞത് നിന്ദനമാണ്, ഏഷണി പറയാന്ന് പറഞ്ഞാൽ നിന്ദനമാണ്. ഈ പരദൂഷണം പറയുന്നവൻ പറയുമ്പം തന്നെ ശപിക്കപ്പെട്ടു. പിന്നെ എങ്ങനെ അനുഗ്രഹം ഉണ്ടാവും? വെള്ളം കയ്യിലെടുക്കുമ്പോ കൈ കൂടെ ചോർന്നു പോയി എന്ന് പറയുന്നത് പോലെയാണ്, എല്ലാം പോയി. അപ്പം ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ പറയും. നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ലേ. മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നു, ഭാര്യയെ കുറിച്ച് പറയുന്നു, ഭർത്താവിനെ കുറിച്ച് പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നു, മറ്റു കാര്യങ്ങൾ. പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യം പറയുന്നു ഇല്ല. എന്തുകൊണ്ടാണ്? അപ്പൊ ഇത് കുറയണം. നെഗറ്റീവായിട്ടുള്ള ഈ പറച്ചിൽ തന്നെ കുറയണം. അപ്പോഴാണ് അനുഗ്രഹമായിട്ട് മാറുന്നത്. പരദൂഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു തരത്തിലുണ്ട്. മറ്റുള്ളവരെ വെച്ച് കുറ്റം ഇങ്ങനെ പറയുന്നു, പിന്നെ എന്നെക്കുറിച്ച് കുറ്റം പറയും, എന്നെക്കുറിച്ച് അപവാദം പറയുന്നു ഭയന്നിട്ട് ഈ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം നീട്ടിയെറിയുന്ന പോലെ ആദ്യം അവനെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞു വരുത്തുക. ഈ പിണറായിയും കൂട്ടരൊക്കെ ചെയ്യുന്ന പോലെ. അപ്പൊ അത് എക്സാക്ട് അതാണ്. അപ്പൊ അവരങ്ങനെയാണ്. അവർക്ക് അറിയാം, ഈ പട്ടികളെയൊക്കെ പിടിക്കാൻ അവർക്കറിയാം, ഓടുന്ന പട്ടി ഓരോപ്പോഴെ നീട്ടിയെറിഞ്ഞ് പിടിക്കാൻ അവർക്കറിയാം. അപ്പൊ ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും പരാതി പറയും, കുറ്റം പറയുന്നത് കണ്ടിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി, അപ്പൊ അറ്റാക്ക് ഈസ് എ ഡിഫെൻസ്. അപ്പൊ അതും ഇതിനേക്കാളും ഏറ്റവും വലിയ നിന്ദനമാണ്. പിന്നെ പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും എതിരെ ജെറമിയ 18:18 ജെറമിയായ്ക്കെതിരെ നമുക്ക് ഗൂഢാലോചന നടത്താം. എന്നാൽ പുരോഹിതനെന്ന നിയമോപദേശവും ജ്ഞാനിയെന്ന ആലോചനയും പ്രവാചകനെന്ന വചനവും നശിച്ചു പോവുകയില്ല. വരുവിൻ, നമുക്കവരെ നാവുകൊണ്ട് തകർക്കാം. അതാണ് ജെറമിയ 18:18.
അപ്പോ അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. അവർ തങ്ങളുടെ നാവ് വഞ്ചനയ്ക്ക് ഉപയോഗിക്കുന്നു. അവരുടെ അധരങ്ങളിൽ ചുവട്ടി സർപ്പവിഷമുണ്ട്. റോമ 3:13. അതുകൊണ്ട് നിനക്ക് വേണ്ടി പതിയിരിക്കുന്നവരുടെ മുമ്പിൽ ചെന്ന് വീഴാതിരിക്കുക, നാവ് കൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുക. അപ്പൊ ജെറമ്യ 17 പറയുന്ന ഇതാണ്, നീ നല്ലത് പറഞ്ഞാലും നീ അനുഗ്രഹമാകുന്നവർ. പക്ഷെ നമ്മുടെ വീട്ടിലൊന്നും ആലോചിച്ച് നോക്കെ, നല്ലതാണോ പറയണം, മറ്റുള്ളവരെ കുറ്റം പറയണം, അതോ അത് നിന്ദനം. പിന്നെ അതേപോലെ തന്നെ ഈ വാക്കിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നീ പറയുന്ന ഓരോ വാക്കിനും, മത്തായിയുടെ സുവിശേഷം 18 അല്ലെ, നീ പറയുന്ന ഓരോ വാക്കിനും 12:36. 16. അതേപോലെ തന്നെ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 17 അല്ലെ, 4:13. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു എല്ലാത്തിനും. അപ്പൊ നമ്മൾ പലപ്പോഴും നീ അതുകൊണ്ട് നീ അതേ എന്നോ അല്ല എന്നേ പറയാവൂ എന്നാ പറയും. പക്ഷെ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നത്, എല്ലാരെയും കുറിച്ച് കുറ്റപ്പെടും. അതേപോലെ തന്നെ നിന്റെ വാക്കിനൊരു ബലമുണ്ട്. നീ പിന്നെ നേർച്ച നേരുന്നു, നേർച്ച നേർന്നു. എന്താ ചേർന്ന, യുദ്ധം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വരുമ്പോ ആരെയാണ് ഞാൻ ആദ്യം കാണുന്നു അവനെ കർത്താവിന് ബലി കൊടുത്തേക്കാവും. എന്തൊരു പൊട്ടത്തരവാ പറഞ്ഞു. പലരും വന്നുകൊണ്ട് പറയാറുണ്ട്, ഞാനാ നേർച്ച തീർന്ന് എനിക്ക് കഴിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ നേർച്ച നേരുന്നേ? കർത്താവിന് നിന്റെ നേർച്ചയൊന്നും വേണ്ട. നിന്റെ നേർച്ച കൊണ്ടല്ല, നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിന്റെ നേർച്ച കൊണ്ടൊന്നും അല്ല ഈ കർത്താവിന് കൈമണി കൊടുക്കുക. നമുക്ക് എല്ലാവരും കൈക്കൂലി കൊടുത്തങ്ങ് ശീലിച്ചു പോയത് കൊണ്ട് കർത്താവിനും ഇരിക്കട്ടെ ഒരു കൈക്കൂലി നേർച്ച. ഞാൻ അവിടെ പോയേക്ക് അതിനും തല മൊട്ടയടിക്കാൻ പറ്റിയിട്ടൊക്കെ എന്തിനാണ് പറയണേ? അപ്പൊ ജപ്തയ്ക്ക് പറ്റിയ ഒരു അബദ്ധം. ജപ്ത കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. അപ്പൊ മോള് പറയണ അങ്ങയുടെ വാക്ക് നീ പാലിക്കാം. ഒരിക്കലും നേർച്ച നേരുന്നതിന് മുമ്പ് വെറുതെ ചുമ്മാ പറ്റൂല്ലെങ്കിൽ ഒരിക്കലും പറയേണ്ട കാര്യം, നേർച്ച തരേണ്ട കാര്യമൊന്നുമില്ല. കർത്താവിനോട് നീ കണ്ണീരോടി പറഞ്ഞാൽ കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കും. പിന്നെ നേർച്ച നേർന്നാൽ അത് നിറവേറ്റുകയും വേണം. അതുകൊണ്ട് സൂക്ഷിച്ച് നേർച്ച നേരുക. നിന്റെ വാക്കിന് നീ വില കൊടുക്കണം. പക്ഷെ നിന്റെ വാക്ക് വെറും വാക്കാകരുത്, വീൺവാക്കാകരുത്. യാക്കോബ് അമ്മായപ്പനോട് പറഞ്ഞു. യാക്കോബ് ഇങ്ങനെ പോയപ്പോ അമ്മായപ്പൻ ഓടി വന്നു, എന്റെ ദേവന്മാരെയൊക്കെ ആരാണ്ട് എടുത്തെന്ന് പറഞ്ഞു. അപ്പം റാഹേല് അടിച്ചു മാറ്റിയതാണ് ദേവന്മാരെയൊക്കെ. പക്ഷെ യാക്കോബിന് മനസ്സിലായില്ല ഇവള് റാഹേൽ ഇങ്ങനെ ഒരു പണി കാണിച്ചിട്ടുണ്ടെന്ന്. അപ്പം യാക്കോബ് പറയാണ്, അമ്മായപ്പനോട് പറയാണ്, അങ്ങയുടെ ദേവന്മാർ ആരുടെ കയ്യിലുണ്ടോ അയാൾ മരിക്കട്ടെ. ഉൽപ്പത്തി 31:35. 35 അവൾ മരിക്കുകയായിരുന്നു. അവൾ മരിച്ചു. എന്താ യാക്കോബ് അങ്ങനെ ഒരു പറച്ചിൽ പറഞ്ഞപ്പോഴാണ്. അപ്പൊ ഭർത്താവ് അനാവശ്യമായിട്ട് പറയുന്ന വാക്കിന്, ഭർത്താവ് പറയുന്ന വാക്കിന് ഭയങ്കര വിലയുണ്ട്. അപ്പൊ നിങ്ങൾ പറയുന്ന ഈ നിന്ദനത്തിന്റെ വാക്കുകൾ ഒത്തിരി അനുഗ്രഹം കൊണ്ടുവരുന്നു ഇല്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ, നിങ്ങളുടെ വീട്ടിന്റെ അനുഗ്രഹങ്ങളൊക്കെ ചോർത്തി അത് ഇല്ലാതാക്കി കളയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് വാക്കുകൾ ഏറ്റവും ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, ഈ നാവ് കൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവ് കൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. ഇത് ഉചിതമല്ല. അരുവി ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പും പുറപ്പെടുവിക്കുമോ? അത്തിവൃക്ഷത്തിന് ഒലിവ് ഫലങ്ങളോ മുന്തിരിവള്ളിക്കും അത്തിപ്പഴങ്ങളോ പുറപ്പെടുവിക്കാൻ കഴിയുമോ? ഉപ്പിന് വെള്ളത്തെ മധുരീകരിക്കാനാവുമോ? യാക്കോബ് 3:8 മുതലുള്ള വാക്യം. അപ്പൊ ജീവൻ കൊടുക്കാനും ജീവൻ എടുക്കാനും ഇതിന്റെ വാക്കിന് കഴിയും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ ഏറ്റവും എടുക്കുന്നത് എന്താ? അപ്പം ഈ നമ്മുടെ ഡാനിയേൽ അച്ഛൻ ഇന്നാള് പ്രസംഗിച്ചപ്പോ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് ഒരാൾ വന്നോണ്ട് ഡാനിയേൽ അച്ഛനിട്ടൊക്കെ പറഞ്ഞു, ഞാനിങ്ങനെ എനിക്ക് പ്രസംഗിക്കാൻ പോണം, അതുകൊണ്ട് അച്ഛൻ എനിക്കൊരു എഴുത്ത് തരണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഡാനിയേൽ അച്ഛൻ പറഞ്ഞു, നിനക്ക് എഴുത്തൊന്ന് വേറെ വല്ലതും കൊണ്ട് വല്ല പ്രശ്നം ഉണ്ടാക്കിയാൽ ഇല്ല. അപ്പം ഡാനിയേൽ അച്ഛൻ പറഞ്ഞു, നീ ഒന്ന് പ്രാർത്ഥിക്കും, ഞാനൊന്ന് കേൾക്കട്ടെ, നീ എങ്ങനെ പ്രാർത്ഥിക്കും? അപ്പൊ പറഞ്ഞു, കർത്താവായ ദൈവമേ, ഡാനിയേൽ അച്ഛനെ എല്ലാ മേഖലകളെയും സമർപ്പിച്ചവൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് അവസാനത്തെ പാരഗ്രാഫ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ ദാസൻ, ഈ ഭാവിയായ ദാസൻ ഡാനിയേൽ അച്ഛനിൽ നിന്നും ഇന്ന് വിട്ടുപോവുകയാണ്. എന്റെ പ്രാർത്ഥന, ഞാൻ ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥന, എന്റെ വചനങ്ങൾ എപ്പോഴും ഇവിടെ ഇങ്ങനെ നിലനിൽക്കട്ടെ, അനുഗ്രഹത്തിന്. അതാണ് നമ്മൾ പറയുന്ന ഒരു വാക്കില്ലേ, ഒരു നെഗറ്റീവ് അല്ലെ പോസിറ്റീവ്, അത് വീട്ടിലുണ്ട്. ചില വീട്ടിലോട്ട് കേൾക്കുമ്പോ എന്താ ഭയങ്കര
ദുഷ്ടതയും ഭയങ്കര ഓടിപ്പോകാൻ തോന്നും. ഭയങ്കര കാര്യം എന്താ, അവിടുത്തെ ആളുകൾക്ക് ദേഷ്യവും കോപവും വിദ്വേഷവും വൈരാഗ്യവും പിന്നെ പറയുന്നതെല്ലാം അങ്ങനെയുള്ള കാര്യം. അപ്പൊ അതാണ് നിന്ദനം എന്ന് പറയാം. അപ്പൊ അങ്ങനെ നിന്ദിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മൾ ചോർത്തിക്കളയും. ദൈവം അനുഗ്രഹം തരുന്നുണ്ട്, ദൈവം അനുഗ്രഹം തരാതിരിക്കുന്നൊന്നുമില്ല, നിങ്ങളുടെ പ്രാർത്ഥന ചെയ്യുന്നത്. പക്ഷെ നമ്മളാ പ്രശ്നക്കാര്. കോട്ടയുള്ള കാലത്തിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ട് വല്ല കാര്യമുണ്ട്? അല്ലെങ്കിൽ കുടം കമത്തി വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് വല്ല കാര്യമുണ്ട്? കർത്താവ് അനുഗ്രഹം കൊണ്ട് ഒരുപാട് തരുന്നു. നമ്മളെല്ലാരും കുടങ്ങോട്ട് കമത്തി വെച്ചിരിക്കുക, എന്നോട് വീട്ടിലെല്ലാരെയും നിന്ദിക്കുന്നു, കുറ്റം പറയുന്നു, സ്പർശിക്കുന്നു, താഴ്ത്തി കിട്ടും. അപ്പൊ അത് നിർത്തലാക്കുമ്പോഴെന്താ വലിയ അനുഗ്രഹങ്ങളുണ്ടാകും. അനുഗ്രഹം കൂടുതൽ ഉണ്ടാവണമെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റൂ. അതാണ് ഏഷ്യ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നിന്ദിക്കരുത്, നിന്ദിച്ചാൽ നിന്റെ ബന്ധനങ്ങൾ കഠിനമാകും. പലരും വന്നോട്ട് പറയുന്നത്, അച്ഛാ പിന്നെ ഭയങ്കര പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഇല്ല സ്നേഹമില്ല, ഭയങ്കര വിഷമമാണ്, പിന്നെ എന്താണ് ഉള്ളിൽ ഭയങ്കര എന്താണ് ഭാരം പോലെയാണ്, ഭയങ്കര വീട്ടിൽ ഭർത്താവിനോടൊന്നും തുറന്ന് സംസാരിക്കാൻ പറ്റില്ല. സ്നേഹമൊക്കെ ഒത്തിരി ഉണ്ട്, പക്ഷെ അങ്ങോട്ട് പറയാൻ പറ്റണില്ല, സ്നേഹിക്കാൻ പറ്റണില്ല. സ്നേഹത്തോടുകൂടി ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഈ കുക്കിംഗ് ചെയ്യുന്നതിന് ദേഷ്യത്തോടു കൂടിയാ ചെയ്യുന്നത്. പട്ടാരെങ്കിലും ഒന്ന് ചാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പാചകം ചെയ്യുന്നത്. പിന്നെ അതിന് മൊത്തം വിഷമായിരിക്കും. പിന്നെ അതേപോലെ തന്നെ വിവാഹത്തിന് തടസ്സമാണ് പ്രായമായി പൊര നിറഞ്ഞിരിക്കുന്ന മകനും വേണം. പക്ഷെ കല്യാണം നടക്കുന്നില്ല, തടസ്സം വരും, പക്ഷെ പിന്നെ സാമ്പത്തികം എന്തെങ്കിലും കാര്യങ്ങൾ, ഒരു ആക്സിഡന്റ് വന്നു, രോഗം വന്നു, കഴിഞ്ഞു ഉള്ളതെല്ലാം അങ്ങോട്ട് തീരുന്നു. ഭയങ്കര പ്രശ്നങ്ങളാണ്, സാമ്പത്തിക പ്രശ്നങ്ങളാണ്. ജോലിയൊക്കെ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്, പക്ഷെ വരവുണ്ട്, പക്ഷെ ഒന്നും നിൽക്കുന്നില്ല, ചോർന്നു പോകുന്നു. എന്താ ഈ പരിപാടിയല്ലേ നമ്മൾ വീട്ടിൽ കാണിക്കുന്നു? അപ്പൊ നിന്നെ ഭാര്യ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അവളെ ബഹുമാനിക്കാനും ആദരിക്കാനുമാണ്. അവക്കും ആദരം അവളുടെ എന്താണ് അവളുടെ നീതിയാണ്. അപ്പൊ നീ അവളെ ആദരിക്കുന്നത് അവൾക്ക് നീതി കൊടുക്കുന്നു, അവളെ ബഹുമാനിക്കുമ്പോൾ അവർക്ക് നീതി കൊടുക്കുന്നു, അവൾക്ക് അതാണ് അർഹതപ്പെട്ടത്. അപ്പൊ നിന്റെ ബഹുമാനവും സ്നേഹവും, ഭർത്താവിന്റെ ബഹുമാനവും സ്നേഹവും ഭാര്യയ്ക്ക് അർഹതപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഭാര്യയുടെ സ്നേഹവും ബഹുമാനവും ഒക്കെ അർഹതപ്പെട്ടതാണ് ഭാര്യ, അല്ലെ? അപ്പൊ അതുകൊണ്ട് പരസ്പര അർഹത നമ്മൾ നിറവേറ്റുമ്പോഴേ ദൈവത്തിന്റെ നീതി നമ്മൾ നടപ്പാക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ എന്താ, അത് നീതിക്കെതിരായിട്ടുള്ള കാര്യമാണ്. നീതിക്കെതിരായിട്ട് നീ ചെയ്യുമ്പോൾ അത് നിന്ദനമാണ്, ദൈവത്തിനെതിരായിട്ട് ചെയ്യുന്നത് നിന്ദനമാണ്. അപ്പൊ ഞാൻ നിർത്തുകയാണ്. അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഞാൻ ആ വാക്യം ഒന്നും കൂടി പറയാണ്. യെശയ്യാ 28:22, നിന്ദിക്കരുത്, നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും. ദൈവം അനുഗ്രഹിക്കുന്നു. ഒരു കാര്യത്തിൽ തീരുമാനമായി. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും എത്രയും പെട്ടെന്ന് കൊമ്പസാരക്കൂടിനെ ആശ്രയിക്കണം. ഒരു കെട്ട് പാവങ്ങളുമായിട്ട്, കിടപ്പ് രോഗികൾ ഒഴികെ. അതിനു വേണ്ടി വിഴുപ്പ് അലക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. വളരെ മനോഹരമായ ആഴത്തിലുള്ള ഒരു ശുശ്രൂഷയായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് 1-2 ചോദ്യങ്ങളെങ്കിലും കാണുമെന്ന് വിശ്വസിക്കുന്നു. എത്രയും പെട്ടെന്ന് ചോദിക്കാം ആർക്കെങ്കിലും. അച്ഛാ, എന്റെ പേര് രതീഷ്. അച്ഛാ, എന്റെ പേര് രതീഷ്. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര പ്ലാമൂടാണ് വീട്, നെടുവത്തൂരിലിപ്പുറം. 9 വർഷമായി തെങ്ങിൽ നിന്ന് വീണിട്ട് സ്പൈനൽ കോഡ് കെട്ടായി കിടപ്പിലാ. വീട്ടിൽ അമ്മയുണ്ട്, ഞാനുണ്ട്. എനിക്ക് ഇതില് ഇങ്ങനെ പ്രാർത്ഥനയിലും ഇതിലൊന്നും വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി. ആ സുഹൃത്തുക്കൾ വഴി പ്രാർത്ഥന കേൾക്കാൻ തുടങ്ങി. കേട്ടതിൽ ഒരുപാട് സന്തോഷം. എന്നും കേൾക്കണമെന്ന് ആഗ്രഹം തോന്നും. എല്ലാ ദിവസവും കറക്റ്റായിട്ട് എല്ലാ പ്രാർത്ഥനയിലും ഇപ്പൊ പങ്കെടുക്കാൻ പറ്റുന്നു. കിടന്നുകൊണ്ട് ദേഹത്തൊക്കെ മുറിവുണ്ട്. ദൈവാനുഗ്രഹം. എന്നാലും എല്ലാം കേക്ക് കാര്യമൊക്കെ ചെയ്യുന്നു. ഇത് അച്ഛന്റെ പ്രാർത്ഥന കേൾക്കാം. ഓക്കെ, താങ്ക് യു മോനെ, താങ്ക് യു. സഹോദരങ്ങളെ, ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ അച്ഛൻ്റെ അടുക്കല്? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ആർക്കൊന്നും ചോദിക്കാനില്ല. ഓക്കെ അച്ഛാ, ഞങ്ങക്ക് ഒരു
ഒരു ബ്ലെസ്സിങ് തരാമോ ഫാദർ? തരാമല്ലോ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. 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 താങ്ക് യു ഫാദർ. താങ്ക് യു വെരി മച്ച്. ഞാൻ ഉറപ്പായിട്ട് അച്ഛനും അച്ഛന്റെ കോൺഗ്രിഗേഷനും വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ. താങ്ക് യു ഫാദർ. താങ്ക് യു.